ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി ഈവനിങ് സ്നാക്സ് ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ രാവിലെ പുട്ട് ഉണ്ടാക്കാറുണ്ടല്ലേ. അപ്പോൾ ആ പുട്ട് ഉണ്ടാക്കുമ്പോൾ ചില ദിവസങ്ങളിൽ ഇങ്ങനെ ബാക്കി വരാറുണ്ട്. അപ്പോൾ നമുക്ക് ആ പുട്ട് വെച്ചിട്ട് ഒരു അടിപൊളി ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പുട്ട് ഉണ്ടാക്കാനായിട്ട് വേണ്ട ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഞാനിവിടെ ഒരു 3 കഷ്ണം ചിക്കൻ 65 എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ പീസുകളാക്കി നമുക്ക് മാറ്റി എടുക്കണം. അപ്പോൾ ഒരു ഫോർക്ക് വെച്ചിട്ട് നമുക്കിത് പെട്ടെന്ന് ഇങ്ങനെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും, അല്ലെങ്കിൽ കൈ വെച്ചിട്ടായാലും ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് രാവിലെ വെച്ച പുട്ടാണ് ഇത്. ഞാൻ ജസ്റ്റ് ഒന്ന് ആവിയിൽ വെച്ചൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കാം. ചീനച്ചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് സവാള അരിഞ്ഞത്, പൊടിയായി അരിഞ്ഞ സവാള ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, പിന്നെ കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, പിന്നെ കുറച്ച് ഗരം മസാല ചേർക്കുന്നുണ്ട്, പിന്നെ ഒരു മുട്ടയും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് ചിക്കി പൊരിച്ച് എടുക്കണം. അപ്പോൾ നമ്മൾ മുട്ടയൊക്കെ ചേർത്ത് നന്നായിട്ട് ചിക്കി പൊരിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ ചെറുതായി നുറുക്കി വെച്ച ചിക്കൻ 65 ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിതിലോട്ട് നമ്മുടെ പുട്ടാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ പുട്ട് പൊടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. പുട്ടുപൊടി ഇതുപോലെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇതിൻ്റെ മിക്സിങ്ങിലാണ് ടേസ്റ്റ് ഇരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ചിക്കനും ഈ പുട്ടുപൊടിയും നന്നായിട്ട് മിക്സായിട്ട് വരണം. അപ്പോൾ അതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ഈവനിങ് സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിനെന്താണ് ഒരു പേരെന്ന് ഞാൻ ഇതുവരെയായിട്ട് ഇട്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഒരു പേര് സജസ്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും കമൻറ്റ് ബോക്സിൽ കയറിയിട്ട് ഒരു പേരിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണും വരെ ഓക്കെ, ബൈ, താങ്ക് യു.